പിതാവ് സീതി ഹാജിയെ പോലെ ഏത് വിഷയവും നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ മിടുക്കനായ പി.കെ. ബഷീർ നിയമസഭയിലെ 4-ാം ഊഴത്തിലാണ് മന്ത്രിപദവിയിലെത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നൽകുന്ന സ്നേഹ വീടുകളുടെ ആദ്യഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കിയത് പി.കെ. ബഷീറിന്റെ സംഘാടക മികവിന്റെ തെളിവായിരുന്നു. അതിനുള്ള അംഗീകാരം കൂടിയാണ് മന്ത്രിപദവി. മികച്ച സംഘാടകൻ എന്ന നിലയിൽ കയ്യടികളേറെ നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് പി.കെ. ബഷീർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ഭവന സമുച്ചയങ്ങൾ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പി.കെ. ബഷീറായിരുന്നു. പിതാവ് സീതി ഹാജിയെ പോലെ ഏറനാടൻ ഭാഷ പിന്തുടരുന്ന പി.കെ. ബഷീറിന്റെ ശൈലിയും അണികൾക്ക് ആവേശമാണ്. തുടർച്ചയായി 4-ാം തവണയും ഏറനാട് മണ്ഡലത്തിൽ നിന്നും മികച്ച വിജയം നേടിയ പി.കെ. ബഷീറിന് മന്ത്രിസഭയിലേക്ക് ഇത് ആദ്യ അവസരം. മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാവും മുൻ എം.എൽ.എയും ചീഫ് വിപ്പുമായിരുന്ന പി. സീതി ഹാജിയുടെയും ശ്രീമതി ഫാത്തിമ ഹജ്ജുമ്മയുടെയും മകനായി 1959 സെപ്റ്റംബർ 25-ന് മലപ്പുറം എടവണ്ണയിലാണ് പാത്തായിക്കോടൻ കുഞ്ഞുബഷീർ എന്ന പി.കെ. ബഷീറിന്റെ ജനനം. 2011-ൽ ഏറനാട് മണ്ഡലം രൂപീകൃതമായ ആദ്യ തെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറിനെ തോൽപ്പിച്ച് കന്നി വിജയം. തുടർന്ന് 2016-ലും 2021-ലും 2026-ലും തുടർച്ചയായ മിന്നും വിജയങ്ങൾ. ഇത്തവണ CPI യുവനേതാവ് ഷെഫീറിനെ 41,289 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് പി.കെ. ബഷീർ നിയമസഭയിൽ സീറ്റുറപ്പിച്ചത്. 1977-ൽ MSF-ലൂടെയായിരുന്നു പി.കെ. ബഷീറിന്റെ രാഷ്ട്രീയ പ്രവേശനം. മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, IUML ഏറനാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 13 വർഷം എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 മുതൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പി.കെ. ബഷീർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.